ആകാശവാണി തൃശൂർ. പ്രകൃതിയും മാനവരും ജീവജാലങ്ങളും ഒത്തൊരുമയോടെ ആമോദിക്കുന്ന കാലം ഓണക്കാലം. പ്രകൃതിയുടെ പ്രസന്നത പാരിൽ പകരുകയാണ് പൊന്നോണം. നിറവെയിലും നിലാവലയും ഓണത്തുമ്പികളും പ്രസരിപ്പാർന്ന പുഷ്പങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നാടാകെ ലാവണ്യം പകരുന്ന ശ്രാവണ ദിനരാത്രങ്ങളിലാണ് തിരുവോണം ആഘോഷിക്കപ്പെടുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹത്തായ മാനവിക പാഠം പകരുന്ന ഓണം പോലെ മൂല്യവത്തായ ഒരാഘോഷമുണ്ടോ? സമഭാവനയുടെ സന്തോഷത്തിന്റെ ഓണമുണ്ണാൻ എല്ലാ വർഷവും കാത്തിരിക്കും മലയാളി. പുള്ളിയിലെ ഓണറും കൂടെയാണ്. കേരള തുണിത്തരങ്ങളാണ് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ കളർ സാരീസിന്റെയും വിപുലമായ ശേഖരം, നമ്മൾ തന്നെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്ന കളർ സാരീസ്, കോട്ടൺസും സിൽക്സിലും നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരള തുണിത്തരങ്ങളിലാണെങ്കിൽ സാരികള്, സെറ്റുമുണ്ടുകള്, അതുപോലെ ധാവണി, ജെൻസിന്റെ ധോത്തീസ്, അതുപോലെ ഇപ്പൊ നമ്മൾ ജെൻസിന്റെ കുർത്താസിനും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡായ മ്യൂറൽ പെയിന്റിൽ വരുന്ന കുർത്താൻ മുണ്ട് കോംബോ നമ്മൾ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നന്നായി പോകുന്നുണ്ട്. അതില് ബിഗ് ഡിസൈൻസും അതുപോലെ സ്മോൾ ഡിസൈൻസും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഹാൻഡ്ലൂം റെപ്ലിക്കയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് അതിനകത്ത് സാരിയിലും സെറ്റുമുണ്ടിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഒരു കൈത്തറി സ്വന്തമാക്കാൻ കഴിയാത്ത സാധാരണക്കാർക്കും ഒരു കൈത്തറി പോലത്തെ വസ്ത്രം ധരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. അതുപോലെ പുരിയൽക്കരയിലും ഒരു ടവർ ഡിസൈൻ ചെയ്തിട്ടുള്ള സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള 2-3 ഡിസൈൻസ് ഉണ്ട്. അതും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനും നല്ല എൻക്വയറീസ് ആണ്. അത് കൂടാതെ തന്നെ 100ഓളം ഡിസൈൻസ് നമ്മൾ ഓണത്തിന് വേണ്ടി തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനും നല്ല എൻക്വയറി ഉണ്ട്. എല്ലാ പ്രാവശ്യവും പുത്തമ്പള്ളിയിൽ ഓരോ ട്രെൻഡ് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ബാന്തിനി ഡിജിറ്റൽ പ്രിന്റ്, അതുപോലെ ആരി വർക്കിന്റെ ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫംഗ്ഷൻ വെയർ ആയിട്ടും അത് പോകുന്നുണ്ട്. അപ്പൊ ബാന്തിനിയിലും ഒരുപാട് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഓണം സെയിലിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ മോശമില്ലാത്ത സെയിൽ തന്നെ ഇക്കുറി ഉണ്ടായിരുന്നു. എന്നാലും ആദ്യത്തിൽ ഒരു മന്ദഗതിയിലായിരുന്നു. അതായത് തുടർച്ചയായി 45 ദിവസം ശക്തമായ മഴ നമ്മുടെ സ്റ്റോക്കുകൾക്ക് ഒരു ഉലച്ചിൽ സംഭവിക്കാവുന്ന ഒരു തരത്തിലുള്ള മഴ. അന്തരീക്ഷത്തിലെ ഈർപ്പം ഇതിനെ സംബന്ധിച്ച് വലിയൊരു ശത്രുവാണ്. അതിനെ മറികടക്കാനായി നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു. ആ മഴ തുടർന്നിരുന്നുവെങ്കിൽ എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ഈ കുത്താമ്പുള്ളിയിലെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാക്കിയാണ്. പക്ഷെ എന്തോ കൊണ്ട് പ്രകൃതി നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭംഗിയായി ഒരുക്കിയുള്ള ഈ സ്റ്റോക്കുകളെല്ലാം കസ്റ്റമറുകളിലേക്ക് നല്ല ഫ്രഷായി തന്നെ ഒരു കേടും കൂടാതെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു. എന്നാലും കുഴപ്പമില്ലാതെ ഓണം സെയിൽ വലിയ ഒരു പോറലൊന്നും തട്ടാതെ ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്ന ഒരു ബിസിനസ് സംരംഭകയും കൂടി ആയ സ്ഥിതിക്ക് വീടും ബിസിനസ്സും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും അതുപോലെ പാർട്ട്ണറുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് എനിക്കത് ഒരുപോലെ വൃത്തിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഓൺലൈനിലും ഇപ്രാവശ്യം ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അതായത് കൂടുതൽ ആളുകൾ വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ തിരക്കുകൾ ഓരോ വർഷവും കൂടുതലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് മാത്രമല്ല, നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സവിശേഷതയും എനിക്ക് കാണാൻ സാധിച്ചു ഇപ്രാവശ്യം. എല്ലാവർക്കും സമയത്തും അതുപോലെ നല്ല പ്രോഡക്റ്റും ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓണക്കാലത്തെ ഈ ഓൺലൈൻ സെയിൽ കൊണ്ട് എനിക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കൂടി സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് കുറെ വീട്ടമ്മമാർ എന്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പരസ്യം ചെയ്ത് അവർക്ക് കച്ചവടം കിട്ടിയിട്ടുണ്ട്. അതിലൂടെ നമുക്കും അവർക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് ഉത്രാടം വരെയാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു ഓണം സെയിൽ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ പേഴ്സണൽ തിരക്കുകളിലേക്കും ഉത്സവ തിരക്കുകളിലേക്കും എല്ലാം പോകാൻ സാധിക്കുന്നത്. എന്നാലും ഈ തിരക്കുകൾക്കിടയിലും ആ ഓണം മിസ് ചെയ്താലും ഇതൊരു എൻജോയ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടു നടത്തുന്നത്. രണ്ടും ഈക്വൽ ആയിട്ട് പോവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പൂക്കാലം ചേലണിയും ആവണി വരവായി മഴവിൽ ഓണക്കോ